ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ച് ഭാഷ ഒരു തടസ്സമേ അല്ലാതെ മാറിയ ഒരു വർഷമായിരുന്നു 2025. കാന്താര ചാപ്റ്റർ 1 പോലെയുള്ള തെക്കൻ ചിത്രങ്ങൾ ഇന്ത്യയിലുടനീളം വീണ്ടും തേരോട്ടം നടത്തി. ബോളിവുഡിന്റെ സ്പൈ ത്രില്ലറായ ധുരന്തർ ദക്ഷിണേന്ത്യയിലും അശ്വമേധം നടത്തുന്നത് കണ്ടാണ് 2025-ന് തിരശ്ശീല വീണത്. 2025-ൽ ബോക്സ് ഓഫീസിൽ ഏറ്റവും അധികം നേട്ടമുണ്ടാക്കിയ ചിത്രങ്ങളിൽ മുന്നിലുണ്ട് ആദിത്യധർ സംവിധാനം ചെയ്ത രൺവീർ സിംഗ് തകർത്തഭിനയിച്ച ധുരന്തർ. 2026 ജനുവരി 2-ാം ആഴ്ചയിലും 1258 കോടി രൂപ കളക്ഷനുമായി ധുരന്തർ തളരാതെ മുന്നോട്ട് തന്നെയാണ്. SS രാജമൗലി സംവിധാനം ചെയ്ത RRRനെ പിന്തള്ളി 4ാമത്തെ വലിയ കളക്ഷൻ നേടുന്ന ഇന്ത്യൻ സിനിമയായും ധുരന്തർ മാറിയിരിക്കുന്നു. 2025-ലെ വിജയങ്ങളിലേക്ക് നോക്കിയാൽ ഋഷഭ് ഷെട്ടി സംവിധായകനായും അഭിനേതാവായും തിളങ്ങിയ കാന്താര എ ലെജൻഡ് ചാപ്റ്റർ 1 എല്ലാ ഭാഷാ അതിരുകളെയും ഭേദിച്ചാണ് മുന്നേറിയത്. എന്നിരുന്നാലും 1000 കോടി രൂപ എന്ന മാജിക് നമ്പറിലെത്താൻ ചിത്രത്തിനായില്ല. 850 കോടി രൂപ കളക്ഷനുമായി ബോക്സ് ഓഫീസിൽ രണ്ടാമതാണ് കാന്താര. മറാഠ മുഗൾ സംഘർഷകഥ പറഞ്ഞ ഛാവയും 2015-ൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിച്ചു. 808 കോടി രൂപ കളക്ഷനാണ് വിക്കി കൗശാൽ നായകനായ ഛാവ നേടിയത്. റൊമാൻസിന്റെ കാലം കഴിഞ്ഞില്ലെന്ന് തെളിയിച്ച് സയ്യാര 579 കോടി രൂപ നേടി 4ാമത്തെ വലിയ ബോക്സ് ഓഫീസ് ഹിറ്റായി. മനോഹരമായ സൗണ്ട് ട്രാക്കുകളും വൈകാരിക സന്ദർഭങ്ങളുമായി പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് ആകർഷിക്കാൻ യാഷ്രാജ് ഫിലിംസിന്റെ ബാനറിലെത്തിയ ചിത്രത്തിന് സാധിച്ചു. രജനീകാന്തിന്റെ സൂപ്പർ സ്റ്റാർഡം ഒരിക്കൽ കൂടി ബോക്സ് ഓഫീസിനെ പിടിച്ചുകുലുക്കിയപ്പോൾ ഒഴിഞ്ഞു വീണത് 518 കോടി രൂപ. 2025-ലെ 5ാമത്തെ മികച്ച കളക്ഷനുമായി കൂലി ദക്ഷിണേന്ത്യൻ സിനിമയുടെ ഗ്ലാമർ ഉയർത്തി. ചരിത്രത്തിനും ആത്മീയതയ്ക്കും ആക്ഷനും റൊമാൻസിനുമെല്ലാം പ്രേക്ഷകർ മൂല്യം നൽകിയ ഒരു വർഷമായി ഇത്തരത്തിൽ 2025. 2026-ൽ കൂടുതൽ മികവുള്ള സിനിമാ കാഴ്ചകൾക്കായി കാത്തിരിക്കാം.